ഹായ് ഫ്രണ്ട്സ്, ഞാൻ 2 സെറ്റ് ഗ്രോ ബാഗ്സ് വാങ്ങിച്ചായിരുന്നു. കാരണം ബാക്കി സെറ്റ് ചെയ്യാൻ നമുക്ക് ഗ്രോ ബാഗ് വേണം. ഗ്രോ ബാഗ് മാത്രം പോരാ, അതിനകത്തുള്ള മണ്ണും തൊണ്ടും ഒക്കെ വേണം. അപ്പോൾ എന്തായാലും കുറച്ച് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് സ്റ്റാൻഡെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് ഓർഡർ ചെയ്തത്. ഗ്രോ ബാഗ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് വാങ്ങിച്ച അത്ര ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്തിരി കട്ടി കുറവാണ്. എനിക്ക് തോന്നുന്നു വിലയും കുറവാണ്. ഞാൻ മുമ്പ് വാങ്ങിച്ചത് ഗ്രോ ബാഗ്സ് കുറച്ചും കൂടെ കട്ടിയുള്ള ആൾക്കാരാണ്. കുഴപ്പമില്ല, പോണ വരേക്കും പോട്ടെ എന്നുള്ളത്. പിന്നെ സൈസ് 12x12 ഞാൻ ഓർഡർ ചെയ്തത്. അത് മതി എന്ന്. അതിനേക്കാളും കൂടുതൽ ഉള്ളതുണ്ട്. പക്ഷെ നമുക്ക് അതൊക്കെ നിറയ്ക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണല്ലോ. മണ്ണും കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടാണ്. അപ്പം ചെറുതിൽ തന്നെ മതി. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് മതിയാവുമല്ലോ ഓരോ ഗ്രോ ബാഗും സെറ്റാക്കാൻ. പിന്നെ വലിയ പ്ലാന്റ്സുകൾ നടുമ്പോൾ നമ്മൾ മരം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടുമ്പോൾ മാത്രം ഇച്ചിരി വലിയ ഗ്രോ ബാഗ് സെറ്റാക്കണം. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു 12 ഉള്ള ഒരു സെറ്റും 10 ഉള്ള ഒരു സെറ്റുമായിട്ടാണ് വാങ്ങിച്ചത്. രണ്ട് ബ്രാൻഡിൽ നിന്ന് കണ്ടാണ് വാങ്ങിച്ചത്. ഇതൊന്നും ഇത് മറ്റൊന്നും. ഇതും ക്വാളിറ്റിയിൽ എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ ഈ ടൈപ്പ് ഗ്രോ ബാഗുകൾ എന്തായാലും ഒരു 4-5 വർഷം പോകും. നമ്മൾ സെറ്റാക്കി എടുത്തുനിന്ന് ഒരു 4-5 വർഷം കഴിയുമ്പോൾ എടുത്ത് പൊക്കാതിരുന്നാൽ മാത്രം മതി. ഇതും കുഴപ്പമില്ല. അകത്ത് റെഡ് കളറും പുറത്ത് പച്ചയും. കുഴപ്പമില്ല, അത്യാവശ്യം പോവും. ഞാനങ്ങനെ എണ്ണിയൊക്കെ നോക്കി. എല്ലാം കറക്റ്റ് ഓർഡർ ചെയ്ത എണ്ണങ്ങൾ തന്നെ ഉണ്ട്. 10ഉം 12ഉം ആണ് ഉണ്ടായിരുന്നത്. മുമ്പ് വാങ്ങിച്ച ഗ്രോ ബാഗ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു. ഇത് 12x12 സൈസ്, ഇത് 12x50 സൈസ്, ഇത് 6x12 അങ്ങനെ എന്തോ ചെറിയ സൈസാണ്. ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഇതിലുള്ള 15x50 സൈസും ഉണ്ട്. എനിക്ക് മുമ്പ് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ടും അതെനിക്ക് ഓക്കെയായി. ഇതാണ് കറക്റ്റ് 12x12 സൈസ്. ഞാൻ വിചാരിച്ചു ഇത് ഇനി അതിൻ്റെയും താഴെയുള്ള സൈസ് ആണോ എന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം വാങ്ങിച്ച സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി അത് ആ സൈസുള്ള ഗ്രോ ബാഗ് തന്നെയാണെന്ന്. പിന്നെ ഇത് അത്യാവശ്യം ഇത് ക്വാളിറ്റി ഞാൻ പറയും അത്രയും തിക്കില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഒരു 4-5 വർഷം എന്തായാലും പോവും. അതിൽ കൂടുതൽ വേണമെങ്കിലും പോവും. നമ്മൾ ഒരിടത്ത് സെറ്റ് ചെയ്ത്, കാരണം ഇത് ഇപ്പം ഞാൻ ഇവിടെ ടെറസിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് മഴയും വെയിലും ഒന്നും കൊണ്ട് നശിക്കാനുള്ള ചാൻസ് കുറവാണ്. അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ലാണ്ട് പോവും. അതുമാത്രമല്ല ഇത് വിലയും കുറവായിരുന്നു. എനിക്ക് ഒരു ഗ്രോ ബാഗ് ഒരു 22 റുപ്പീസ് 23 ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ പഴയ ഗ്രോ ബാഗ്സൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചിലത് 40ഉം 60ഉം ആ റേഞ്ചൊക്കെ വന്ന ഗ്രോ ബാഗുകളാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. റേറ്റ് വ്യത്യാസമുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്, റേറ്റും വ്യത്യാസമുണ്ട്. ഇത് പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. എനിക്ക് ഓക്കെയാണ്. ഞാനൊരു സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വേറെ ചെറിയ ടൈപ്പും 12x12 കൂടി ചേർത്തൊരു 10 കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ വരുമ്പം അത്യാവശ്യം നമ്മുടെ ടെറസിലേക്കുള്ള നമ്മുടെ ഏവിയറിക്കകത്ത് വെക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ആവും. അതിൽ കൂടുതൽ വെക്കാൻ നമ്മുടെ ഇവിടെ സ്ഥലമില്ല, വെയിൽ കിട്ടുന്ന സ്ഥലമില്ല, ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന. അങ്ങനെ അത്രയും വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വിത്തുകളൊക്കെ കിളിച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പോഴേ അങ്ങ് നട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓണമൊക്കെ ആകുമ്പം ഏകദേശം കുറച്ച് വിളവെടുപ്പൊക്കെ നടത്താൻ പറ്റും. അത്യാവശ്യ കാര്യങ്ങൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി വെജിറ്റബിൾസ് വേണമെന്നില്ല. കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ കഴിക്കുകയുള്ളൂ. ഞാൻ ഇനി വലിയ സാഹസം കാണിച്ച് ഒരുപാട് വെജിറ്റബിളൊക്കെ കൃഷി ചെയ്താലും കഴിക്കാനാളില്ല. പിള്ളേർക്ക് ഇഷ്ടമല്ല വെജിറ്റബിൾസ് അധികം. അവർ കുറച്ച് ചില ഐറ്റംസ് വെണ്ടയ്ക്ക അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതും ഇഷ്ടമുള്ള വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ടൈപ്പുകൾ മാത്രം ചെയ്താൽ മതിയല്ലോ. വെറുതെ വേസ്റ്റാക്കി നമ്മുടെ അധ്വാനം കളയണ്ടല്ലോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഇവിടെ ഇരുന്ന കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എയർ പൊട്ടറ്റയാണ്. ഞാൻ എടുക്കുന്നത് കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ്. ആക്ച്വലി അതൊക്കെ നടേണ്ട സമയം കഴിഞ്ഞു. ഞാൻ നേരത്തെ കൃഷി തുടങ്ങാനുള്ള പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ ഒത്തിരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നശിച്ചു പോയി. വിചാരിച്ച സമയത്ത് നമുക്ക് പരിപാടികൾ തീർക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടെ ഇത് നടാനുള്ള കിഴങ്ങുകൾ താഴെ കാണണം. അതും കൂടെ തന്നെ. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ വാങ്ങിച്ചിട്ടിരുന്നതാണ്. അതെല്ലാം കിളിച്ചു പോയി. കിളിച്ചത് നമ്മളിനി കുക്കിങ്ങിന് എടുക്കില്ലല്ലോ.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിളിച്ച സ്ഥിതിക്ക് ഒരു ഗ്രോ ബാഗിൽ അത് നട്ട് നോക്കാം. പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ മുള വന്ന കുറച്ച് ഇഞ്ചി കിച്ചണിൽ കിടന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെയും ഓരോ ഗ്രോ ബാഗിൽ സെറ്റാക്കി നോക്കാം. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ അത് പിന്നെ നമ്മൾ കൂവ കുറച്ചും കൂടെ നല്ല കിളിച്ചത് താഴെ കിടപ്പുണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂവക്കിഴങ്ങും ഒരു ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാം. ഇത് എന്താണെന്ന് എനിക്കറിയില്ല, പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ എയർ പൊട്ടറ്റോ. ഇതിന് വേറെ എന്തൊക്കെയോ പേരുകളുണ്ട്. എനിക്ക് എയർ പൊട്ടറ്റോ എന്നേ വായിൽ വരുന്നുള്ളൂ. വേറെ ഒരു സംഭവം, അതായത് വള്ളിയിൽ ഈ കിഴങ്ങ് കായ്ക്കും, പൊട്ടറ്റോ പോലെ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ കായ്ക്കും. ഇതിന് വേറെ മലയാളം പേരുണ്ട്. എപ്പോഴും ലത ചേച്ചി പറയും, ഞാൻ മറന്നു പോകും. നമ്മുടെ ലത ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഏതൻ ഗാർഡൻ, ഏതൻ തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൻ തോട്ടം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ആ ചേച്ചി എനിക്ക് തന്നതാണ്. കുക്ക് നടേ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അതിരുന്നിപ്പോൾ ഈ പരിവായി. എന്തായാലും അതെനിക്ക് ഇവിടെ നടണമെന്നുണ്ട്. ഇവിടെ ഈ ടെറസിലായിരിക്കില്ല, രണ്ടാമത്തെ ടെറസിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇത് നട്ട് എലി കഴിച്ചുകൊണ്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവരെ നടണം. പിന്നെ കുറച്ച് കിഴങ്ങ് ഐറ്റംസും കൂടെ എടുത്തുകൊണ്ട് വരാനുണ്ട്. അതും കൂടെ ഒരു വശത്തിൽ നിന്ന് നട്ടു പോവാം. നോക്കാം എന്താവുമെന്ന്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കിയൊന്നും ഒരു മാറ്റവും ഇല്ല. കാരണം രണ്ടും ഒരുമിച്ചെടുത്ത വീഡിയോസ് തന്നെയാണ്. ഒരു ദിവസം തന്നെ എടുത്തതാണ്. മറ്റേത് സമയം കൂടുതലായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് സെപ്പറേറ്റ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വരാം. ഇനി കുറച്ച് ദിവസം നമുക്ക് ഈ ഏവിയറി ഒന്ന് സെറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നമ്മുടെ പരിപാടി. പിന്നെ കൃഷിയെ പറ്റി പറഞ്ഞു തരാമെന്ന് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതിന് നല്ല നല്ല യൂട്യൂബ് ചാനലുകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഡ്രീം അനുസരിച്ച് നമുക്ക് ഒരു ടെറസ് സെറ്റ് ചെയ്യണം, നമ്മുടെ ആഗ്രഹം ഇതാണ്, ഇന്നതൊക്കെ വേണം എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ നോക്കാം എൻ്റെ ഐഡിയാസ്. അതായത് എനിക്ക് ബേഡ്സിനെ വേണം, ഫിഷിനെ വേണം, പ്ലാന്റ്സ് വേണം, എല്ലാം വേണം, പക്ഷേ സ്ഥലം മാത്രമില്ല. അപ്പം ഞാൻ ഇതങ്ങ് സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ഇവിടെ ഓപ്പണായിട്ട് ബേഡ്സിനെ ഇടണം. അത് അതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടെ ചിന്തിക്കണം. പിന്നെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യണം. പിന്നെ എലി കയറുന്നില്ല എന്ന് 100% എനിക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഇതിൻ്റെ അകത്ത് ഞാൻ ബേഡ്സിനെ തുറന്ന് വിടണോ വേണ്ടതെന്നൊക്കെ ഉറപ്പിക്കുന്നുള്ളൂ. അതുവരെ പെൻഡിങ്ങിൽ നിർത്തിയേക്കാം, ഉടനെ കാണില്ല. പിന്നെ നമുക്കുള്ളൊരു ആഗ്രഹം കാണില്ലേ, എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു 2-3 വർഷമായിട്ടുള്ള പ്ലാനായിരുന്നു ടെറസിന് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അത് നടക്കുമോ എന്നുള്ള ഇതിലായിരുന്നു. കാരണം വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സാമ്പത്തിക ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സെറ്റിലായി വന്നു. അടുത്ത പണി പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല. എനിക്ക് ടൈം പാസ്, എൻ്റെ ഒരു സന്തോഷം ആണിത്. ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി ഞാനിവിടെ. പിന്നെ നമുക്ക് കോഴികളെ വാങ്ങിക്കാനുണ്ട്. കോഴിയെ വാങ്ങിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മണ്ടിൽ ഒരു തട്ട് ഷീറ്റും കൂടെ ചെയ്യണം എനിക്ക്. വലിയ കുഴപ്പമില്ലെങ്കിലും സമ്മർ ടൈമിന് ഇവിടെ എങ്ങനെയാണ് ചൂട് കാര്യങ്ങൾ അറിയില്ലല്ലോ. നമ്മൾ വാങ്ങിച്ചിട്ട് വെറുതെ അതിനൊക്കെ കൊല്ലണ്ട. അപ്പം അതിൻ്റെ മണ്ടയിൽ ചൂട് കുറയത്തക്ക രീതിയിൽ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം കോഴിയെ വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ വലിയ കേജിലേക്ക് പുതിയ അതിഥികൾ ഉടനെ ഞാൻ കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഇതിൻ്റെ അകത്ത് എലികൾ കയറുന്നില്ലെന്ന് എനിക്ക് 100% ഉറപ്പായി. കാരണം പിന്നെ വെച്ച സൺഫ്ലവർ സീഡ്സുകളൊന്നും തന്നെ കഴിച്ചിട്ടില്ല. എലികളുടെ ഫേവറേറ്റാണ് ഈ സൺഫ്ലവർ സീഡ്. അത് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി, ഇതിൻ്റെ അത് എലി കയറുന്നുണ്ടോ ഇല്ലെന്ന്. പക്ഷേ സൺഫ്ലവർ ഒന്നും കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എലികൾ കയറുന്നില്ല. ഈ ആംബുലൻസിൻ്റെ സൗണ്ട് ഇവിടെ സ്ഥിരമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന ആംബുലൻസാണ്. എപ്പോഴും ഇവിടെ ഉണ്ട്, എപ്പോഴും കേൾക്കാം. ഒരു ദിവസം മിനിമം ഒരു 10 എണ്ണമെങ്കിലും കേൾക്കും. അതുകൊണ്ട് എപ്പം വീഡിയോയെടുത്താലും ആ സൗണ്ട് കേൾക്കും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലും. സോറി. അപ്പം പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. കുറേശ്ശെ നമുക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഗ്രീനിഷ് ലുക്കാക്കി എടുക്കണം. കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെ ഇങ്ങോട്ട് മാറ്റാനുണ്ട്, നടാനുണ്ട്. പിന്നെ കിളിച്ച് വരുന്ന നമ്മൾ വിത്തിട്ട് കിളിപ്പിച്ച കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് മാറ്റാനുണ്ട്. ഒരു 10 ചട്ടിയെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി ചട്ടികൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് കുറേശ്ശെ നമുക്കൊരു സൂപ്പർ ഗാർഡനാക്കി എടുക്കണം. ഗാർഡനും നമ്മുടെ ബേഡ്സിൻ്റെ ഏവിയറി എല്ലാം കൂടി സെറ്റാക്കണം. സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു.
അവസാനം ബേഡ്സിന് തുറന്നിട്ട് എൻ്റെ പ്ലാന്റ്സുകളെല്ലാം തിന്നുകൊണ്ട് പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരെ വിളിക്കാം. പക്ഷേ വിളിക്കാമെന്നല്ല, വിടാം, നോക്കാം നമുക്ക് എന്താവുമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും പിടിച്ച് ഞാൻ കൂട്ടില്ലാത്തിരും. അറിഞ്ഞുകൂടാ എന്താവുമെന്ന്, രണ്ടും കൂടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എൻ്റെ ചൈന ഡോൾ പ്ലാന്റിനെ അവരിപ്പോഴേ ആ നെറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് കടിച്ച് തിന്നണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും കൂടെ ഒന്നിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജാവയും ഫിഞ്ചസും ഒക്കെ നമ്മൾ ഓപ്പൺ എയറിൽ ഇട്ടാലും നമ്മൾ പ്ലാന്റ്സിന് വലിയ ഡാമേജ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ അതിൽ വലിയ പ്രതീക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ ചെടമരെല്ലാം ആ കൂട്ടി തന്നെ കിടക്കും. പുറത്ത് ഓപ്പൺ എയറിൽ വിടുന്ന പരിപാടി ഞാൻ നിർത്തും. നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.